ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുമീസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗീവ് അവേയുടെ കാര്യം ആരും മറക്കണ്ട. 10 പേർക്കാണ് കേട്ടോ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രമാണ്. വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യും, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഇത് രണ്ടും മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് നോമ്പുതുറ സ്പെഷ്യൽ സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്ക് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോമ്പിനെ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് അത്രയും ആയാസപ്പെടാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും പറ്റും. അതിലുപരി നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ മൈദ വെച്ചിട്ടല്ല കേട്ടോ ഇത് ചെയ്യുന്നത്, ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മൈദ വെച്ച് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷേ ഗോതമ്പ് പൊടി നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയും അതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ ബട്ടർ ഇനി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ബട്ടർ സ്കിപ്പ് ചെയ്തിട്ട് പകരമായിട്ട് നിങ്ങൾക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും വേണ്ട എന്നുണ്ടെങ്കിൽ ഓയിൽ ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കൂടിയിട്ട് നമുക്ക് കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ തണുത്ത ബട്ടർ ആട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നെയ്യോ ഓയിലോ ആണെങ്കിൽ തണുത്തേ ആയിരിക്കില്ല, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. കറണ്ട് പോയിട്ടോ, അതിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്, ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന ഒരു ഡോ ഇല്ലേ, അതുപോലെ നമ്മൾ ഈ ഒരു ഡോ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതേ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ട് കൈവച്ചിട്ട് കുഴച്ചെടുത്താൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു ഡോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഒരു ഉരുളക്കിഴങ്ങാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. വലിയ ഒരെണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരുപാടൊന്നും എടുക്കേണ്ട, കാരണം ഈ ഒരു ഫില്ലിങ്ങിന് ഇത് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഒരുപാടൊന്നും എടുക്കേണ്ട. ഈ ഒരു അളവിന് ഒരെണ്ണം തന്നെ ധാരാളം, ഒരെണ്ണം തന്നെ വേണ്ട, ഒരു പകുതി മതിയാവും. അപ്പോൾ എന്തായാലും ഞാനൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതൊന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതാണ് കേട്ടോ, അത് മറക്കരുത്, വേവിച്ച ഉരുളക്കിഴങ്ങ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. ഇനി നമ്മളൊരു സീക്രട്ട് ചേരുവക ചേർക്കുകയാണ് കേട്ടോ, ചാറ്റ് മസാല എന്ന് പറയും. അപ്പോൾ ചാറ്റ് മസാല നമുക്ക് എല്ലാ കടകളിലും കിട്ടും, സാധാരണ പലചരക്ക് കടകളിൽ വരെ ഇപ്പോൾ കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ ചാറ്റ് മസാല. ചാറ്റ് മസാല ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ മേടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് മസാലയ്ക്ക് പകരമായിട്ട് നമ്മുടെ ഗരം മസാലപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ ചേർക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം നോമ്പിന് മുമ്പൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ടേസ്റ്റ് നോക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ഊഹത്തിന് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഞാൻ ഇതിലേക്ക് ഇനി മല്ലിയിലയാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിൽ മല്ലിയില ചേർക്കുമ്പം. മല്ലിയില ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില വേണമെങ്കിലും പകരമായിട്ട് ചേർത്ത് കൊടുക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് പ്രത്യേക ഒരു ടേസ്റ്റുള്ളൊരു ഫില്ലിംഗ് ആണിത്. ഇപ്പോൾ ചിലർക്കെങ്കിലും തോന്നും ഇതിലെന്താ ഇപ്പോൾ ഉള്ളത്, അത്രയും ഇൻഗ്രീഡിയൻസ് കുറവാണല്ലോ, പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ഞാൻ ചേർക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാവും ഈ സവാളയും കൂടി ചേർക്കുമ്പോൾ. ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ മുട്ടയോ അങ്ങനെയുള്ള ഒരു ഐറ്റവും ചേർക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നാരങ്ങ ഉണ്ടെങ്കിൽ ഒരു 2-3 ഡ്രോപ്പ് നാരങ്ങ നീരും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ നാരങ്ങ നീരില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല. അപ്പോൾ ആ ഒരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയിട്ട് മാറ്റി വെക്കുക. അത്രയേ ഉള്ളൂ, അത്രയും സിമ്പിളാണ്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കുക. ഈ ഒരു ഡോ നമ്മളൊരു 10 മിനിറ്റ് മാറ്റി വെച്ചില്ല, 10 മിനിറ്റ് വെക്കണമെന്നൊന്നും ഇല്ല. നമ്മൾ ഈ ഒരു ഫില്ലിംഗ് റെഡിയാക്കുന്ന സമയത്ത് വെക്കാം കേട്ടോ, കൂടുതൽ സമയം വെച്ചാലും ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് നമുക്കിതുപോലെ വലുതാക്കി പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലുള്ള കട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ, ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ പെട്ടെന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് വെച്ച് കൊടുക്കാം.
ഇനി കുറച്ച് വെള്ളം വെച്ചിട്ട് കയ്യിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ആക്കി കൊടുത്താൽ നന്നായിട്ട് അതിൽ ഇങ്ങനെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇതുപോലെ അങ്ങ് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെല്ലാം ഒന്ന് റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള ടൈമായി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓയിൽ ഒഴിച്ചിട്ട് നമ്മളെപ്പോഴും ചൂടാക്കുന്ന പോലെ നന്നായിട്ട് ചൂടാക്കുക. ഓയിൽ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കൊരല്പം ഗോതമ്പ് പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കുക കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു നുള്ള അളവിൽ ഉപ്പ് കൂടി ചേർത്താൽ കുറച്ചും കൂടെ സ്വാദ് കിട്ടും. അപ്പോൾ ഒരു നുള്ള അളവിൽ ഉപ്പ് ചേർക്കുക. ഒരിക്കലും നല്ല കട്ടിയുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കരുത്. കുറച്ച് കട്ടി കുറഞ്ഞ ബാറ്ററാണ് വേണ്ടത്. എന്നാലും ഒരുപാട് ഓവറായിട്ട് കട്ടി കുറയുകയും ചെയ്യരുത്, കട്ടി കൂടുകയും ചെയ്യരുത്. അപ്പം ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മാറിപ്പോയതുകൊണ്ടാണ് കുറച്ച് ചെറിയൊരു തിക്നെസ്സിൽ. ഇനി നമ്മളിത് ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഇതിൽ കവർ ചെയ്യും. നമ്മൾ കട്ടിയിലാണ് എടുക്കുന്നതെങ്കിൽ കവർ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് മൂടി ഇതിൻ്റെ ഷേപ്പൊക്കെ അങ്ങോട്ട് മാറിപ്പോകും. അപ്പോൾ നല്ല കട്ടി ആവരുത്, എന്നാൽ കട്ടി തീരെ കുറയാൻ വേണ്ട, ഒരു മീഡിയം സൈസിൽ. ഇനി 2 സൈഡും നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നവരെ ഇതുപോലെ ഫ്രൈ ചെയ്യുക. ഇച്ചിരി ടൈം ഞാനൊന്ന് മാറിപ്പോയിട്ടോ, അപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് അത്ര കരിഞ്ഞിട്ടില്ല, നല്ല അങ്ങ് ബ്രൗൺ ആയിപ്പോയി. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക, അടുത്ത് നിന്നൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് എടുക്കാം. ഇത് ഞാനിപ്പം ഒന്നും കോട്ട് ചെയ്യാണ്ട്, നേരത്തെ നമ്മൾ കോട്ട് ചെയ്തല്ലേ കാണിച്ചത്, ഇതിപ്പോൾ ഞാൻ ഒന്നും കോട്ട് ചെയ്യാണ്ടിട്ട് കാണിച്ചു തരാം. അത് കോട്ട് ചെയ്യാണ്ടിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ആ ഉള്ളിലുള്ള കുറച്ച് സവാളയും ഒക്കെ പുറത്ത് ഇതുപോലെ ചാടിപ്പോവും. അപ്പോൾ ഇങ്ങനെ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നത്. അപ്പം ഇതുപോലെ ചാടിപ്പോത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു നോമ്പുതുറ സ്നാക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്യുക. അതുപോലെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ 2 കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് ഉടനെ തന്നെ ഇന്ന് വൈകുന്നേരം നമ്മുടെ സുമീസ് വ്ളോഗിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.